പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താറാവ് കാണിച്ചു തന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ കണ്ടില്ലേ, കുരുവികളൊക്കെ കൂട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ വന്നതാണ്. നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടില്ലേ, അവിടെ കൂടുകൾ കണ്ടില്ലേ, അവിടെ തെങ്ങിലെല്ലാം കൂട് വയ്ക്കുന്നത് കണ്ടില്ലേ. എന്നും രാവിലെ ഇവിടെ കാണാവുന്ന ഒരു കാഴ്ചയാണ് ഈ താറാവിനെ ഇങ്ങനെ ഇവിടെ അഴിച്ചു വിട്ടിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ആൾക്കാരുണ്ട്, ഇപ്പോൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനിതുവഴി പോയപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങി ഈ താറാവിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. കാരണം അതും ഒരു പക്ഷിയല്ലയോ, കണ്ടില്ലേ, ചിറകൊക്കെ വിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ. താറാവ് ഒരു 500 താറാവുണ്ടെന്നാണ് അവർ പറഞ്ഞു. അപ്പോൾ താറാവ് അങ്ങോട്ട് പോകുന്നതുണ്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഇതുവഴി പോയപ്പോൾ ഈ താറാവിൻ്റെ ചിത്രങ്ങളും വീഡിയോസും എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടോട്ട് ഇറങ്ങി. അപ്പോൾ ഈ താറാവെല്ലാം കൂടെ അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ ഓടിപ്പോയി കഴിഞ്ഞപ്പം ഇതിവിടുത്തെ റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൽ കൂടെ ഞാനിങ്ങനെ വന്നപ്പോഴാണ് താറാവിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ തെങ്ങ് കണ്ടോ നിങ്ങൾ. ആ തെങ്ങ് മൊത്തവും കൂടാണ്. ഇത് കണ്ടോ, എത്ര കൂടുകളാണ് നോക്ക്, വളരെ മനോഹരമല്ലോ. അതുകൊണ്ട് ആ കിളികളൊക്കെ കൂട് വയ്ക്കുന്നുണ്ട്, അതിലൊക്കെ തൂങ്ങിക്കിടക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇത്ര അടുത്ത് ഈ കൂടുകൾ ഇത് വെക്കുന്നത് കണ്ടപ്പോൾ ഇത് കണ്ടോ, കൂടയിലൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ. അതുകൊണ്ട് കൂട് വയ്ക്കുന്നുണ്ട്. ആണ്ടോ കൂടെ വന്ന് കയറുന്നുണ്ടോ, എൻ്റെ കൂട്ടിനകത്തോട്ട് കയറുന്നുണ്ടോ, എൻ്റെ കൂട്ടിനകത്തോട്ട് കയറിയിരിക്കുന്നുണ്ടോ കിളികൾ. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ കാണിച്ചു തന്നത് എനിക്ക് താറാവുകളാണ്. നല്ല ഈ ഒരു സ്ഥലം കാണിച്ചു തന്നതിന് താറാവിനൊക്കെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. സൂപ്പർ അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ പക്ഷികൾ ഒരുപാടുണ്ട്. താറാവ് കണ്ടപ്പോൾ കണ്ടോ. ഇവിടെ ആണെങ്കിൽ പിന്നെ മീൻ കൊത്തിച്ചാത്തനുമുണ്ട്, ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. നേരത്തെ പോകുന്ന കണ്ടോ. എന്തായാലും ഇന്നലെ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ഫോട്ടോഗ്രാഫി അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇത് പകൽ ഫുൾ ടൈം ഇതിങ്ങനെ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു വിത്തിൻ 1 വീക്കിനുള്ളിൽ കൂട് കെട്ടിക്കഴിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നത്. ഇന്നലെയാണ് ഞാൻ ഇതുവഴി പോയത്. ഇന്ന് തന്നെ വന്നതും അതിൻ്റെ ഒരു കൂട് കെട്ടുന്ന സീന് പകർത്താമെന്ന് കരുതിയാണ് ഇന്ന് ഇതുവഴി വന്നത്. ക്യാമറ, ബാഗ്, ട്രൈപ്പോഡ് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ കണ്ടല്ലോ ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്. ഉണ്ടാകും കുരുവികളൊക്കെ പറന്ന് വന്നിരിപ്പുണ്ട്. ഞാനിപ്പോൾ എടുത്തൊരു പടം കാണിച്ചു തരാം. കണ്ടല്ലേ, ഇത് ഇപ്പോൾ എടുത്ത ഒരു ചിത്രമാണ്. ഇത് കണ്ടോ, ഇടിയിരിക്കുന്നത് കണ്ടോ. നല്ല ഷാർപ്പ് പടമാണ്. താറാവൊക്കെ അതുവഴി നടപ്പുണ്ട്. വെയിലല്പം കൂടിപ്പോയി, അല്പം കൂടെ നേരത്തെ വരേണ്ടിയായിരുന്നു. നല്ല വെയിലായി കേട്ടോ, അത്യാവശ്യം നല്ല വെയിലായി. കണ്ടോ കുരുവികൾ വന്ന് കൂട് കൂട്ടുന്നുണ്ടോ. പിന്നെ നമ്മളിങ്ങനെ തിരക്കുകളുടെ ഇടയിൽ കൂടി ഓടി നടക്കുമ്പോഴും പക്ഷി ജീവജാലങ്ങളും അവരും തിരക്കാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ. നമ്മളൊക്കെ വീട് വയ്ക്കുന്ന പോലെ തന്നെ അവരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് വീട് വയ്ക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഒരു കൂട് കെട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കി, ഇതെങ്ങനെയായിരിക്കും. ആ ഓലയുടെ അറ്റത്ത് നിന്ന് അതിങ്ങനെ കെട്ടി ഇങ്ങനെ കൊണ്ടുവരണ്ടേ. ഇതിന് 2 അറകളാണ് ഈ കൂടിനെല്ലാം ഉള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു. കേട്ടോ, ഇതിനെല്ലാം 2 അറകളാണുള്ളത്. ഒരു ചെറിയൊരു നാരുമായിട്ട് വന്ന് അതിങ്ങനെ കൂട് കൂട്ടാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ നെയ്യുക കേട്ടോ. നമ്മൾ ഈ തുണി നെയ്യുന്ന പോലെ നെയ്യുക, ഇതിൻ്റെ പരിപാടിയാണ്. ഇത് കണ്ടോ, അത് നെയ്യുന്നതുണ്ടോ, തുണി നെയ്യുന്ന പോലെ നെയ്യുന്നതുണ്ടോ. അവിടെ കിളി ഇരുന്ന് അടുത്ത കിളി വന്നു കണ്ടോ, അതിൻ്റെ വായിലും ഉണ്ട്. ഒരുപാടുണ്ട് ഈ പക്ഷികളിലൂടെ കേട്ടോ. നല്ല പറന്നു
ആണ്ട പോകുന്നു, അടിപിടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പറന്നു പോകുന്നു, അടിപിടി ഉണ്ടാക്കുന്നുണ്ട്. എന്താ കാണുന്ന ചേട്ടൻ്റെയാണ് താറാവ്. 500ഓളം താറാവുണ്ട് കേട്ടോ. ഇന്നലെ ആ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ രാവിലെ ഇറങ്ങി ഈ കണ്ടത്തിൽ കൂടി ഈ താറാവിനെ എല്ലാം കൊണ്ട് നടന്നു ഇങ്ങനെ അതിന് തീറ്റ കൊടുക്കും. ഇവിടെ ഈ കാണുന്ന തെങ്ങിലെല്ലാം ഉണ്ട് കൂട് കേട്ടോ. ആ തെങ്ങിലുണ്ട് കൂട്, ഈ തെങ്ങിലുണ്ട്. ഇതൊക്കെ വളരെ അടുത്താണ് കേട്ടോ. ഇതുണ്ടോ, വളരെ അടുത്തായി കൂടുന്നില്ല. അതേ വന്നിരുന്നാണ്ടോ. പ്രകൃതിയിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളാണ്. നമ്മൾ വിചാരിക്കും മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആൾക്കാരെന്ന്. അതിലും വലിയ തിരക്കുള്ള ആൾക്കാർ ഈ പ്രകൃതിയിലുണ്ട് കേട്ടോ. രാവിലെ എണ്ണീറ്റ് അവർ പണി തുടങ്ങും. വെളുപ്പിനെ തൊട്ട് പണി തുടങ്ങും. വിശ്രമം ഇല്ലാതാണ് പണി. ഇത് കണ്ടോ, അവർ വീട് കൂട് കൂട്ടും, മുട്ടയിടും, അവർക്ക് ഫാമിലി ഉണ്ട്. അവരെ ആകെ തിരക്കാണ്. രാവിലെ തൊട്ട് പണി തുടങ്ങും. അതാണ് കേട്ടോ. ഇതൊന്നും അവരോട് പറയുകയും വേണ്ട. ശമ്പളമൊന്നും ഇല്ലാത്ത പണികളാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ അവരുടെ കടമകളാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ കരുതുന്ന മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ തിരക്ക്, നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. രാവിലെ മനുഷ്യരുടെ തിരക്ക് അതിനെക്കാട്ടി വലിയ തിരക്കാണ് പക്ഷിമൃഗാദികൾക്ക്. ഇത് കേട്ടോ, അവർ കൂട് കൂട്ടുന്നതിൻ്റെ തിരക്കിലാണ് രാവിലെ. അത് വിശ്രമമില്ലാത്ത പണിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഈ കൂട് തീരുന്നിടം വരെ ഇനി ഇവരുടെ പണി നടന്നുകൊണ്ടേയിരിക്കും. ഒരു കൂടിൻ്റെ ഓലയോ എന്തെങ്കിലും ഒന്ന് വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞാൽ ആ ജീവികളോട് ചെയ്യുന്ന എത്ര വലിയ ക്രൂരതയാണെന്നൊന്ന് ആലോചിച്ച് വയ്ക്കേ. നമ്മൾ നിസ്സാരമായിട്ട് ഇതിൻ്റെയൊക്കെ ഓലയൊക്കെ വെട്ടിക്കളയുകയും മരങ്ങൾ മുറിച്ച് കളയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുങ്ങളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഒരു കൂടൊക്കെ കെട്ടുന്നതും അതിനെ ജീവിക്കാൻ വേണ്ടി ഒരു ഇതുപോലെ കൂടൊക്കെ ഒരുക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മളിതൊന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ മരമൊക്കെ മുറിച്ചങ്ങ് കളയും. അതിനകത്ത് പോട് കാണും. ആ പോട്ടിനകത്ത് പക്ഷികൾ കാണും, അതിൻ്റെ കുഞ്ഞുങ്ങൾ കാണും. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നല്ലേ? ഇത്ര നേരം അതിൻ്റെ വീഡിയോസൊക്കെയാണ് പകർത്തിയത്. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ചിത്രങ്ങൾ പകർത്തണം. ഈ ക്യാമറ ലെൻസ് എന്തോ വെയിറ്റാണെന്നറിയാം. ഇതെടുത്തോണ്ട് ഇങ്ങനെ കൊണ്ട് പിടിച്ചുകൊണ്ട് നിന്നുണ്ടായിരുന്നു. നമ്മൾ ഈ നല്ല ഷോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കണം. ഇങ്ങനെ നോക്കി ഇത് കയ്യിലിരുന്ന് ഇങ്ങനെ വിറക്കി വെക്കൊണ്ടിരുന്നു. കാരണം നല്ല ഷോട്ട് കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നാലേ കിട്ടത്തുള്ളൂ. നമ്മൾ വെറുതെ ഷോട്ട് എടുത്തിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. നോക്കിയിരിക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഷോട്ട് കിട്ടും. കാരണം അതിൻ്റെ ഒരു കൂട്ടിൽ നിന്നും പറന്നകലുന്ന ഷോട്ടോ അല്ലെങ്കിൽ കൂട്ടിനകത്തുനിന്ന് താഴോട്ട് നോക്കുന്ന ഷോട്ടോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കണം. ഇങ്ങനെ ഞാൻ ആ കിളികളുടെ ഫോട്ടോ എടുത്തപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. അവിടെ തെങ്ങിലൊരു ഓന്ത് കാണാമെന്നറിയത്തില്ല. നിങ്ങൾക്ക് കാണാം. അത് ഓണ്ട മുകളിലിരിക്കുന്നുണ്ടോ, ഒരു ഓന്തിരിക്കുന്നുണ്ടോ ആ തെങ്ങേൽ വേണ്ടിരിക്കുന്നു. ആശാ വേണ്ടിരിക്കുന്നു അതാണ്ടോ, ഓന്ത് കയറിപ്പോകുന്നുണ്ടോ. അയ്യോ, എന്നിട്ടേ പോകുന്നതാണെന്നും അറിയത്തില്ല. എന്തായാലും ഞാനതിനെ കണ്ടുപിടിച്ചു. ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടുപിടിച്ച സംഭവമാണ്. അവിടെയൊക്കെ കുരുവികൾ കൂട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ ഇപ്പം 2 പേര് ഇതിൽ പോയി. അവർ വിശദമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അവർ കുറേ കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത്
ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കിളികളെ ആദ്യം വന്നിട്ടുള്ളൂ. ഇവിടെ ഉള്ള തെങ്ങുകളി മൊത്തവും, അതായത് ഈ കാണുന്ന തെങ്ങുകളി മൊത്തവും ഇനി കുരുവികൾ കൂട് വയ്ക്കുമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 150 തെങ്ങോളം, അതിനകത്താണ് 150 തെങ്ങോളം നിറച്ചും ഇത് കൂട് വയ്ക്കുമെന്ന് പറഞ്ഞു. സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ ഒന്നും ആയിട്ടില്ല. ഒരു 7-8 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വരുന്നതെന്ന് പറയുന്നത്. എന്തായാലും അത് ഫുള്ള് ഇവിടെ കൂടായതിന് ശേഷവും കൂടെ നമുക്കിവിടെ വന്നൊന്ന് കാണാം. നല്ല രസമായിരിക്കും അല്ലയോ. അവർ പറയുന്നത് ഇത് കുറേ നാൾ കൂടൊക്കെ വെച്ച് താമസിച്ചതിനൊക്കെ ശേഷം പിന്നെ ഈ കൂടെല്ലാം കൂടെ താഴെ വീഴുമെന്ന് പറയും. താഴെ വീഴുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പിന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ആ കൂടൊക്കെ താഴെ വീഴുന്ന കൂട് കേട്ടോ, അല്ലാതെ കൂടായിട്ട് എടുക്കാൻ അവർ വരത്തില്ല. ഇത് കിളിയെ അപ്പോൾ വേണ്ടിയിരിക്കുന്ന ഓന്തിനെ കണ്ടില്ലെന്ന് പറയരുത്. വേണ്ട, ഓന്തിരിക്കുന്നു. ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. സമയം ഇപ്പോൾ 7:30. ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് വേറൊരു സാധ്യതകളുണ്ട്. ഇവിടെ ബാക്കിലേറ്റ് ഫോട്ടോസ് ആണ്. കിളികളൊക്കെ പറന്നു പോകുന്നു. ഈ കിളികൾ ഇവിടെ നിന്ന് പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പം നല്ല കിടിലം ബാക്കിലേറ്റ് ഫോട്ടോസ് കിട്ടും. അതുകൊണ്ട് അവിടെ കണ്ടോ കിളികൾ തമ്മിൽ ഫൈറ്റ് കണ്ടോ. അതുകൊണ്ട് ഇവിടെ ഓന്ത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ, എല്ലാ തെങ്ങയിലും ഉണ്ട്. ഈ തെങ്ങയിലിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഓന്ത് ഞാൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. കിളികളൊക്കെ ഭയങ്കര ബിസിയാണ്. ബുൾബുൾ എൻ്റെ ബുൾബുൾ എത്ര ബുൾബുളുണ്ട്? 4 എണ്ണം ഉണ്ട്. 2 എണ്ണം പറന്നുപോയി. ആ ബുൾബുളിൻ്റെ വായിലൊരു ചെറിയ കമ്പുണ്ട്. അപ്പോൾ അതും കൂട്ടുവാണോ? അവിടെ പറന്നുപോയി. ഓന്ത അവിടെ അനങ്ങാതിരിപ്പുണ്ട്. അപ്പോൾ ഈ തെങ്ങിലെല്ലാം ഓന്നുണ്ട് കേട്ടോ. ചൂട് അസഹനീയമായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. സമയം 7:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ചൂട് നല്ല കിടിലം ചൂടാണ്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ തണലും ഇല്ല. ഇതേണ്ട തത്ത പറന്നു പോകും. തത്ത ആ മരത്തിൻ്റെ മുകളിൽ പോയിരുന്നു കേട്ടോ. ആ മരത്തിൻ്റെ മുകളിൽ തത്ത ഇരിപ്പുണ്ട്. 3 തത്ത ഇരിപ്പുണ്ട്. അപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നാട്ടിൽ വന്ന് ഇങ്ങനൊരു ഷൂട്ടിങ് ചെയ്യുന്ന രംഗങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുകയാണ്. ഇതാണ് എൻ്റെ ക്യാമറ. നൈക്കോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലെൻസാണ് 200-400 ലെൻസാണിത്. ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ചില സമയങ്ങളിലൊക്കെ ട്രൈപോഡ് യൂസ് ചെയ്യാറുണ്ട്. കാരണം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ട്രൈപോഡ് യൂസ് ചെയ്യാറുണ്ട്. ഫോട്ടോസൊന്നും എടുക്കുമ്പം ട്രൈപോഡ് യൂസ് ചെയ്യാറില്ല. ഇത്ര മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ അല്ലയോ. പക്ഷേ ശബ്ദമുണ്ടല്ലോ, ഭയങ്കര ശബ്ദം. കിളികളെല്ലാം കൂടെ കടിപിടിയും ബഹളവും, ഇടയ്ക്ക് ഒരു ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുങ്ങളെല്ലാം കൂടെ തമ്മിലടിയും. ഈ കിളികളെല്ലാം വന്ന് കൂട്ടിൽ വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടയിൽ വന്നിരിങ്ങനെ പറക്കുന്ന ചില സീനുകളുണ്ട്. അതെന്താ സംഭവം എനിക്ക് പിടികിട്ടുന്നില്ല. ഇരിക്കുന്നതാണ് ആ കൂടയിൽ ഇങ്ങനെ പറന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവിടെ ഒരു കൊക്ക് ഇതിൻ്റെ മുകളിൽ വന്നിരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. പറന്ന് പോയിരിക്കുകയാണ്. വേണ്ടൊരു ചിത്രശലഭം പറന്നു പോകുന്നു. ചിത്രശലഭം ഒരു കൊക്ക് പറന്നു വരുന്നു. കാണാം ഒരു കൊക്ക് പറന്നു വരുന്നത്. കാണാം. കണ്ടോ? അവിടെ നിന്നൊരു കൊക്ക് എനിക്ക് നേരെ പറന്നു വരുന്നുണ്ട്. കമോൺ. വേണ്ട വരുന്നു. പറന്നു പോകുന്നു. അയ്യോ സൂപ്പർ. പോയി. കിളികളൊക്കെ വളരെ തിരക്കിലാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നോക്കട്ടെ, നല്ല തൃപ്തികരമായ ഫോട്ടോ കിട്ടിയാൽ നോക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു വരവ് വരേണ്ടി വരും. ഞാൻ സൗദി അറേബ്യ വെച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു രംഗങ്ങൾ നിങ്ങളെ കാണിക്കും. ഇതുപോലെ നല്ല എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ടിങ് കാണിക്കുന്നതായിരിക്കും. ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴുള്ള എൻ്റെ ടെക്നിക്കും ടിപ്സും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എവിടെ ഫോട്ടോ എടുക്കാൻ പക്ഷിയായാലും മൃഗമായാലും എന്തായാലും അതിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ഒരിക്കലും ശല്യപ്പെടുത്തി എടുക്കരുത്. കാരണം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ തെങ്ങിൻ്റെ ചുവട്ടിലാണ്. ആ കിളികൾക്ക് യാതൊരുവിധ ശല്യങ്ങളുമില്ല.
ഞാനിവിടെ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഞാൻ പോകുന്നു, അത് അതിൻ്റെ പണി ചെയ്യുന്നു, അത് കൂട് കൂട്ടുന്നു, അതങ്ങനെ ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരിക്കലും എന്താ പറയുക, പക്ഷികളുടെ ഫോട്ടോസ്, പറക്കുന്ന ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അതിനെ കല്ല് പറക്കി എറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതൊക്കെ വളരെ തെറ്റാണ്. നമ്മൾ നല്ല ചിത്രങ്ങൾ കിട്ടാൻ വേണ്ടി വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. അതിന് വളരെയധികം ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചകളായി നല്ല ചിത്രങ്ങളാണോ എന്നൊക്കെ ലാപ്ടോപ്പിൽ പോയി നോക്കിയതിന് ശേഷം മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നല്ല ചിത്രങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വരേണ്ടി വരും ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഷൂട്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരു പുതുമയുള്ള ഒരു കാഴ്ചയുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.